അവൾ അംഗം വെട്ടണ വേലയും തന്നെ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ. ഇന്നത്തെ യാത്ര ഞങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള കോട്ടക്കുന്ന് പാർക്കിലേക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പോകും. ഞങ്ങൾ എല്ലാവരും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശികലേൻ്റെ ഒക്കെ വണ്ടിയിലാണ്, ജയരാജേട്ടൻ്റെ ഒക്കെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ശശിയേട്ടനുണ്ട്, രമയുണ്ട്, ലതയുണ്ട്, ലതേൻ്റെ മോളുണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയതാണേ. അപ്പോൾ ഇതാ വരുന്ന വഴിക്കുള്ള പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്, രമേൻ്റെ ലതേൻ്റെ ഒക്കെ. ഞങ്ങളിത് അവിടെ എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ മുൻവശമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും കേട്ടോ. 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തുടങ്ങി, ഞാനും ശശികലയും ഞങ്ങളെ പണി തുടങ്ങിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും ഇങ്ങനെ ചോദിക്കുക അടുത്ത് എവിടെ പോവുക, അടുത്ത് എവിടെ പോവുക അങ്ങനെ പോരുന്നതാട്ടോ. അങ്ങനെ ഞങ്ങൾ പണി തുടങ്ങി. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ശശികല തിരുവമ്പാടി ഇറങ്ങിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയണത് പിന്നെ ജയരാജേട്ടൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ആണ്. എങ്ങോട്ടാ പോകണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും പോവുക അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ബർത്ത്ഡേ ആണ്, അതിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര വെച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കേക്കൊക്കെ മുറിച്ചു. എന്താ ശശിയേട്ടൻ്റെ വീതം എടുത്ത് എണീറ്റ് പോയി മരത്തിൻ്റെ ചാരി ഇന്ന് തിന്നുന്നുണ്ടല്ലേ, കൈ നിറച്ച് ആക്കിയിട്ട്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എണീറ്റതാണ്. ഞങ്ങളെല്ലാവരും എണീറ്റു. ഇപ്പം ശശികല അവിടെ നിന്ന് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വേണം, ഇത് വേണം, കുളങ്കര കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശശികലയ്ക്ക് ഇങ്ങനെയൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അതിനൊക്കെയാണ് എന്നെ രമേനെയൊക്കെ അതിനൊക്കെയാണ് വിളിക്കുന്നത്, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും. മുപ്പത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കണ്ടില്ലേ കുളങ്കര കളിക്കും. ഞങ്ങളൊക്കെ ഔട്ടായിപ്പോയി. അങ്ങനെ അവർ രണ്ടാളോട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഇതാ അവിടെ നിന്ന് തന്നെ കുറച്ച് അങ്ങോട്ട് മാറിയാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കുട്ടികളെ പാർക്കിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് പുറത്താണ് കേട്ടോ, പാർക്കിൻ്റെ അവിടെ പുറത്താണ്. ഇതാണല്ലേ. അപ്പം ഞാൻ വേറെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക കേട്ടോ. ഇവരിതിലിങ്ങനെ വേറെ ഇങ്ങനെ പോകുന്നുണ്ട്. ശശികല വേറെ എടുക്കുന്നുണ്ട്, ഞാനിതിലെ വേറെ എടുക്കുന്നുണ്ട്. അങ്ങനെ മാറി മാറി എടുത്ത് പോവുകയാണേ. കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവിടെ. കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ കുട്ടികൾ തന്നെ കുറേ എണ്ണമുണ്ട്, കുറേ കുട്ടികളുണ്ട്. പിന്നെ ഞങ്ങൾ ഇതകത്ത് കയറിയിട്ടോ. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് 50 രൂപ ഒരാൾക്ക് പാസ് എടുക്കണേ. അങ്ങനെ എന്നിട്ടാണ് ഇതിലേക്ക് കയറിയത്. ഫോട്ടോഷൂട്ടിനായിട്ടുള്ള സ്ഥലമാണ്. കണ്ടില്ലേ കോട്ടക്കുന്ന്. എന്ത് ഫോട്ടോഷൂട്ടിന് പറഞ്ഞാൽ ക്യാമറയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാട്ടോ. അതിന് പറ്റിയ കുറേ സ്ഥലങ്ങൾ, ഇത് മൊത്തം അത് തന്നെയാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാട്ടോ. പൂക്കളായാലും കുറേ എന്തൊക്കെയോ ഇതുകളുണ്ട്, സംഭവങ്ങളുണ്ട്. വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പോയിക്കോളൂ കേട്ടോ. എന്തായാലും ഒരു നഷ്ടം ഉണ്ടാവില്ല അവിടെ പോയിട്ടുണ്ട്. വലിയ പൈസയൊന്നുമില്ല. 50 രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട്, ചില സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ഇതിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പക്ഷേ ഇതിന് 50 രൂപയല്ലേ ഉള്ളൂ. എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ കറങ്ങി നടക്കാം. അങ്ങനെ ഇതാ ഞങ്ങളിതിലൊക്കെ ചുറ്റി നടക്കുക കേട്ടോ, പിന്നെ ഓരോ സ്ഥലത്തേക്കൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ പഴയ ഓർമ്മകളാണ്. ഇത് കച്ചിപ്പുര കേട്ടോ, പഴയ പുര. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശശികലയ്ക്ക് ഒരു ബോധ്യമില്ല, അതേനെയും കൊണ്ട് കഥ പറയിപ്പിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ കേട്ടിരുന്നിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ.